കയർ വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതിനായി കയർ വികസന വകുപ്പ് ഓണക്കാലത്തോടനുബന്ധിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് കയർ വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കയർ വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതിനായി കയർ വികസന വകുപ്പ് ഓണക്കാലത്തോടനുബന്ധിച്ച് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് കയർ വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഘങ്ങൾ കൂടുതൽ വിപണി കണ്ടെത്തുന്നതിനും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട കൂലിയും വരുമാനവും ഉറപ്പാക്കുന്നതിനും വലിയ തോതിലുള്ള പ്രയത്നം ആവശ്യമാണ് എന്നാണ് സർക്കാർ കരുതുന്നത്. ഓഗസ്റ്റ് 10 മുതൽ ഒരു വീട്ടിലൊരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്നൊരു പദ്ധതി ഫെബ്രുവരി 10 വരെ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 9 3 മണിക്ക് കയർ കോർപ്പറേഷൻ്റെ ഓഡിറ്റോറിയത്തിൽ സഹകരണ മന്ത്രി എം ലിജുവിൻ്റെ അധ്യക്ഷതയിൽ ആഭ്യന്തര കയർ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നതാണ്, ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ കയർ തൊഴിലാളികൾക്ക്, കയർ മേഖലയ്ക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ വിതരണം ആലപ്പുഴ MPC KC വേണുഗോപാൽ നിർവഹിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം 6 മാസക്കാലം കേരളത്തിലെ ഓരോ ഭവനത്തിലും ഒരു കയറുൽപ്പന്നം എത്തിക്കുക എന്നുള്ളതാണ്. പരമ്പരാഗത കയർ തൊഴിലാളികൾക്കും അതോടെ തന്നെ കയർ മേഖലയ്ക്കും ഇതുകൊണ്ട് വലിയ തോതിലുള്ള പ്രയോജനം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ കയർ വകുപ്പ് മന്ത്രി നിർവഹിക്കും. ഓഗസ്റ്റ് 10 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പരമ്പരാഗത കയർ തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയ്ക്കും വലിയ പിന്തുണ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രചാരണത്തിനും പരിപൂർണ പിന്തുണ നൽകുന്നതിനുമായി ഈ പദ്ധതിയുടെ നടത്തിപ്പ് വിപുലമായിട്ടാകും മുന്നോട്ടു പോവുകയെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനരഹിതമായ കയർപിരി സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് അഡ്വാൻസ് എസ്കേഷ്യ ഉൾപ്പെടെയുള്ള സഹായം നൽകുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. 12 കോടി രൂപയാണ് കയർഫെഡ് സംഘങ്ങൾക്ക് നൽകാനുള്ള കയർവില. റിവോൾവിംഗ് ഫണ്ട് 3.95 കോടി രൂപയും PPSS 7 കോടി രൂപയും ഉൾപ്പെടെ 10,95,00,000 രൂപ സ്വീകരിച്ചിട്ടുണ്ട്. കയർ തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യം ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.